ഹല്ലേലൂയ. വലിയ സന്തോഷത്തോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട് ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ വീണ്ടും നിൽക്കുവാൻ സ്വർഗം നൽകിയ ഈ അവസരത്തിനായിട്ട്. വലിയ ആനന്ദത്തോടെ തുറന്നു വരുന്ന മണിക്കൂറുകളിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടുതലായി അനുഭവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളും കുടുംബങ്ങളും ദൈവരാജ്യത്തിനായി വിശുദ്ധീകരിക്കപ്പെടുവാനും യേശുക്രിസ്തുവിനായി സമർപ്പണമുള്ളവരാകുവാനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആത്മീയ ശുശ്രൂഷകളിൽ നമുക്കെല്ലാവർക്കും പങ്കുകൊള്ളാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. നമ്മളെ ഇന്ന് ഭാരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളും, നമ്മളെ അസ്വസ്ഥമാക്കുന്ന എല്ലാ സാഹചര്യങ്ങളെയും അതെന്തു തന്നെ ആയിക്കൊള്ളട്ടെ, കർത്താവിന് ഈ സമയം പൂർണ്ണമായും ഏൽപ്പിക്കാനായിട്ട് തയ്യാറാവും. ഈ വിഷയങ്ങളുടെ മേലെല്ലാം ദൈവത്തിന്റെ അത്ഭുതകരമായ ശക്തി ഇറങ്ങി വരുന്ന അനുഗ്രഹത്തിന്റെ സമയങ്ങളാണിത്. സകല ഉത്കണ്ഠകളും, നമ്മളെ വിഷമിപ്പിക്കുന്ന എല്ലാ ഭാരങ്ങളും, നമ്മുടെ വേദനകളും, കുടുംബത്തിന്റേതായ തകർച്ചകളും, വിട്ടുമാറാത്ത രോഗപീഠകളും, സാമ്പത്തികമായ പരാധീനതകളും, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദുരിതങ്ങളും കർത്താവിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നു ചേർന്ന് മനം തുറന്ന് വലിയ ആഗ്രഹത്തോടെ യേശുവിന്റെ നാമത്തെ ഉയർത്തി നമുക്ക് പാടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാകാൻ, സാത്താന്യ ശക്തിയെ തകർത്തിടുവാൻ. ചേർന്ന് പാടിക്കേ. കർത്താവേ, കടന്നു വരണമേ, ഞങ്ങളുടെ ജീവിതങ്ങളെ, കുടുംബങ്ങളെ, സാഹചര്യങ്ങളെ, എല്ലാ ബന്ധനങ്ങളും അറിയട്ടെ, എല്ലാ കെട്ടുകളും കൊണ്ടോട്ടെ, എല്ലാ ദുഃഖങ്ങളും ഒഴിയട്ടെ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല അഭിഷേകം ചെയ്യണമേ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. വിശ്വാസത്തോടെ ഒരിക്കൽ കൂടെ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. രാജാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം മറന്ന് ഇരു കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് യേശുവേ വിളിക്കേ. യേശുവേ, 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 യേശുവിന്റെ നാമത്തെ വിളിക്കേ. പിന്നെ രക്ഷാനാമത്തെ, സൗഖ്യനാമത്തെ, അനുഗ്രഹിക്കുന്ന നാമത്തെ, വിടുവിക്കുന്ന നാമത്തെ സ്തുതിച്ചു പ്രാർത്ഥിക്കും മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം പകരണമേ, സൗഖ്യം പകരണമേ, സ്നേഹം പകരണമേ, ശക്തി പകരണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അനേകായിരങ്ങൾ അഭിഷേകം ചെയ്യണമേ, വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കേ. ദൈവദൂതന്മാരോട് ചേർന്ന്, സകല വിശുദ്ധരോട് ചേർന്ന്, അപ്പോസ്തല ഗണത്തോട് ചേർന്ന് പരിശുദ്ധ ത്രിത്വത്തെ വിളിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ഒഴുകട്ടെ, നദി പോലെ ഒഴുകട്ടെ, പെരുമഴ പോലെ പെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ, ഒരു സമർപ്പണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. വ്യക്തിപരമായി, കുടുംബപരമായി, കൂട്ടായ്മയായി, സമൂഹപരമായി ഒരു യഥാർത്ഥ സമർപ്പണത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ. ഹല്ലേലൂയ. പരിശുദ്ധമേ, വിശുദ്ധ ഔസേപ്പേ, സകല വിശുദ്ധരെ, മലാഖമാരെ, പ്രവാചകരെ, ഞങ്ങൾക്കായി ഈ ശുശ്രൂഷകൾക്കായി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, സ്തുതി ആരാധനയിലൂടെ ദൈവം നമ്മളിലേക്ക് പകർന്ന അഭിഷേക നിറവിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്നത്. ഏറെ ആനന്ദത്തോടെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഈ മണിക്കൂറുകളിൽ നമ്മളെ നയിക്കുവാനായിട്ട് പോവുകയാണ്. ഇന്നേ ദിവസം ദൈവവചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക, ലിവ് ഫോർ ക്രൈസ്റ്റ്.
യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിന്റെ മഹത്വത്തെക്കുറിച്ചാണ്. യേശു എല്ലാവർക്കുമായി ജനിച്ചു, അവൻ എല്ലാവർക്കും വേണ്ടി ജീവിച്ചു, എല്ലാവർക്കും വേണ്ടി കാൽവരിയിൽ അവൻ ബലിയായി മാറി. യേശു എന്തിനാണ് എല്ലാവർക്കും വേണ്ടി മരിച്ചത്? ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വേണ്ടി എന്തിനാണ് യേശു കാൽവരി കുരിശിൽ ബലിയായി മാറിയത്? അപ്പോസ്തലനായ പൗലോസ് കൊരിന്തോസ് സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്കു വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്കെല്ലാവർക്കും വേണ്ടി മരിച്ചത്. അപ്പോൾ യേശു എന്തിനാണ് നമുക്ക് വേണ്ടി മരിച്ചത്? ഒരേ ഒരു ഉത്തരമേ അതിനുള്ളൂ, നമ്മെല്ലാവരും യേശുവിന് വേണ്ടി ജീവിക്കേണ്ടതിനായിട്ട്, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുന്നവരായി മാറുവാനായി. ഒരിക്കൽ ഒരു മനുഷ്യൻ ഒരു കുഞ്ഞിനോട് ചോദിച്ചു, മോനെ നീ എങ്ങോട്ടാ പോകുന്നത്? ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ സ്കൂളിലോട്ട് പോവാ. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നീ എന്തിനാ സ്കൂളിലോട്ട് പോകുന്നത്? അവൻ പറഞ്ഞു, ഞാൻ പഠിക്കാനായിട്ട് പോവാ. വീണ്ടും മനുഷ്യൻ ചോദിച്ചു, അപ്പോൾ നീ എന്തിനാ പഠിക്കുന്നത്? സാധാരണ ഈ കുഞ്ഞുങ്ങളൊക്കെ പറയുന്നത് പോലെ ആ കുഞ്ഞും പറഞ്ഞു, എനിക്ക് പഠിച്ച് നല്ല ഒരു ജോലി കിട്ടാനാണ് ഞാൻ പഠിക്കാനായിട്ട് പോകുന്നത്. അദ്ദേഹം വീണ്ടും ചോദിച്ചു, അപ്പൊ മോനെ എന്തിനാ നിനക്ക് ജോലി കിട്ടണേ? ആ കുഞ്ഞ് വീണ്ടും അല്പസമയം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് ജോലി കിട്ടുന്നത് നല്ലൊരു വീട് വെക്കാനാണ്, മനോഹരമായ ഒരു വീട് പണിയാനാ എനിക്ക് ജോലി വേണ്ടത്. അദ്ദേഹം അപ്പൊ വീണ്ടും ചോദിച്ചു, അല്ല മോനെ, അപ്പൊ എന്തിനാ നീ ഇത്രയും മനോഹരമായ വീട് പണിയുന്നത്? ആ കുഞ്ഞ് അല്പനേരം ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിവാഹം കഴിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ അദ്ദേഹം വീണ്ടും ചോദിച്ചു, നീ എന്തിനാ വിവാഹം കഴിക്കുന്നത്? ആ കുഞ്ഞ് അല്പം തമാശ എന്ന രീതിയിൽ ആ മനുഷ്യനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എല്ലാവരും ജീവിക്കുന്ന പോലെ എനിക്കും ജീവിക്കാനാ ഞാൻ വിവാഹം കഴിക്കുന്നത്. ആ മനുഷ്യൻ വീണ്ടും ചോദിച്ചു, അപ്പൊ മോനെ നീ എന്തിനാ ജീവിക്കുന്നത്? ആ മനുഷ്യന്റെ ചോദ്യത്തിന് ആ കുഞ്ഞ് അല്പനേരം ചിന്തിച്ചിട്ട് ആ കുഞ്ഞങ്ങ് നടന്നു പോവുക. ഇന്ന് അനേകരോട് ഇത് തന്നെ ചോദിക്കുമ്പോൾ അനേകർക്ക് ഉത്തരമില്ല. നീ എന്തിനാ ജീവിക്കുന്നത്? നീ എന്തിനാണ് ജീവിക്കുന്നത്? പലപ്പോഴും ഈ ചോദ്യത്തിന് കൃത്യമായൊരു മറുപടി പറയാൻ ഇന്ന് അനേകർക്ക് കഴിയുന്നില്ല. ചിലരോട് ഞാൻ ഈ ചോദ്യം ചോദിച്ചപ്പോൾ ചില വ്യക്തികളെങ്കിലും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സഹോദര, ജനിച്ചു പോയത് കൊണ്ട് ജീവിച്ചു പോവുക, ജനിച്ചു പോയത് കൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുക. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന അനേകരുടെയും ഹൃദയത്തിൽ ഇത് തന്നെയാ വിചാരിക്കുന്നത്, ജനിച്ചു പോയില്ലേ, ഇനി എങ്ങനെയാ ജീവിക്കാതിരിക്കുക, അല്ലേ? ഇത് തന്നെയാണ് നമ്മുടെ അനേകരുടെ ഉള്ളിലെ ചിന്ത. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളും ജനിച്ചു പോയത് കൊണ്ട് ജീവിക്കുന്നവരല്ല. നമ്മുടെ കർത്താവായ യേശു ജീവിക്കുന്നത് കൊണ്ട് ജീവിക്കുന്നവരാണ് ഞാനും നിങ്ങളും. ഹല്ലേലൂയ. ഈ ലോകത്തിലെ മറ്റു മനുഷ്യര് അവർക്ക് ചിലപ്പോൾ ഈ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്ന് വരാം. എന്തിനാ ജീവിക്കുന്നത്? ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ഇതെന്തൊരു ജീവിത എന്ന് അനേകർക്കൊക്കെ തോന്നിയേക്കാം. പക്ഷേ സഹോദര സഹോദരി, ഞാനും നീയും യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതലാണ്. ഞാനും നിങ്ങളും ജീവിക്കുന്നതിന് അർത്ഥമുണ്ട്. കാരണം നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇന്നും ജീവിക്കുന്നത് കൊണ്ട് നമ്മളും ജീവിക്കുന്നു. ഹല്ലേലൂയ. ഈ ജീവിതത്തിന് അർത്ഥം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ യേശു എന്തിനാ എല്ലാവർക്കും വേണ്ടി മരിച്ചത്? ഒരേ ഒരു കാര്യത്തിന് വേണ്ടി, നമ്മൾ സകലരും ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നതിനായിട്ട്. അതുകൊണ്ട് യേശുവിന് വേണ്ടി ജീവിക്കുന്നതിന്റെ പ്രാധാന്യത നമ്മൾ മനസ്സിലാക്കണം. ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. കർത്താവിനെ കണ്ടുമുട്ടിയവർക്ക് മാത്രമാണ്, അവന്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞവർക്ക് മാത്രമാണ്, വ്യക്തിപരമായി അവന്റെ സാന്നിധ്യത്തിൽ നടക്കുന്നവർക്ക് മാത്രമാണ് ക്രിസ്തുവിനായി ജീവിക്കുന്നതിന്റെ, അവന്റെ സഭയ്ക്കായി നിലകൊള്ളുന്നതിന്റെ പ്രാധാന്യവും അതിന്റെ സൗന്ദര്യവും അനുഭവിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നമുക്കറിയാം, ഈ വാക്യം പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസാ.
ആരായിരുന്നു ഈ പൗലോസ്? അപ്പോസ്തല പ്രവർത്തനം 9-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. പൗലോസ് അപ്പോസ്തലൻ ആദ്യ പേരാണ് സാവൂൾ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാ. സാവൂൾ അപ്പോഴും 1-ാം തിരുവചനത്തിൽ തന്നെ പറയാ, കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു. അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ ദമസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു. ക്രിസ്തുമാർഗത്തെ നശിപ്പിക്കുവാനായി, ക്രിസ്ത്യാനികളെ തകർക്കുവാനായി ജീവിതം സമർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ, അവന്റെ പേരാണ് സാവൂള്. അവനെ ക്രിസ്തീയതയുടെ അർത്ഥം മനസ്സിലായിട്ടില്ലായിരുന്നു. യേശു ആരാണെന്നും യേശു എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നുവെന്നും അവൻ എന്തിനാണ് കാൽവരി കുരിശിൽ ബലിയായി തീർന്നതെന്നും ഈ ചെറുപ്പക്കാരൻ അന്നറിയില്ലായിരുന്നു. അവൻ ക്രിസ്തുമാർഗത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി അധികാരപത്രങ്ങളായി ദമസ്കസിലോട്ട് പോവുക. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ സമയത്താണ് 3-ാം വചനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുക. പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു മിന്നലൊളി സാവൂളിന്റെ മേൽ പതിച്ചു. സാവൂൾ നിലം പതിച്ചു. ഹല്ലേലൂയ. ഈ വീഴ്ചയിൽ അവൻ യേശുവിനെ കണ്ടുമുട്ടുകയാണ്. യേശുവുമായി ഒരു എൻകൗണ്ടർ സാവൂളിനുണ്ടാവുകയാണ്. ഇത് അവന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുകയാണ്. ഇത് അവന്റെ ജീവിതത്തെ ആകമാനം മാറ്റിമറിക്കുകയാണ്. സാവൂൾ ഒരു യഥാർത്ഥമായ കൺവർഷനിലേക്ക്, മാനസാന്തരത്തിലേക്ക് കടന്നു വരികയാണ്. പ്രിയ ദൈവമക്കളെ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യം എനിക്കും നിങ്ങൾക്കും മനസ്സിലാകണമെങ്കിൽ നമ്മൾ യേശുവിനെ യഥാർത്ഥത്തിൽ കണ്ടുമുട്ടണം. യേശു ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലിന് മാത്രമാണ് ക്രിസ്തുവിന് വേണ്ടി ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത മനസ്സിലാവുകയുള്ളൂ. സാവൂളിന് മനസ്സിലായി, ഇതുവരെ എന്റെ ജീവിതം തികച്ചും വ്യർത്ഥമായിരുന്നു. അവന്റെ ജീവിതത്തിന്റെ അർത്ഥശൂന്യത അവൻ മനസ്സിലാക്കി. എന്താ സംഭവിച്ചെന്നറിയോ? നാം തിരുവചനം പിന്നീട് പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയും. സാവൂൾ അവൻ എഴുന്നേറ്റ് ജ്ഞാനസ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഒരു ദൈവ പൈതലായിട്ട് മാറി. അവന്റെ ജീവിതം അവൻ കർത്താവിനായി സമർപ്പിച്ചു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 9-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ പറയാ, അധികം താമസിയാതെ യേശു ദൈവത്തിന്റെ പുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. ആരെ? ക്രിസ്തുമാർഗത്തെ തകർക്കുവാനായി ഇറങ്ങിത്തിരിച്ച ചെറുപ്പക്കാരനായി സാവൂള്. ഒരു നാളിൽ പിശാചായി കണ്ടത് അവന്റെ ജീവിതത്തിൽ ദൈവമായിട്ട് മാറി. ഒരു നാളിൽ ശത്രുക്കളായി കണ്ടവരെ അവന്റെ ജീവിതത്തിൽ സ്വന്തം സഹോദരന്മാരായിട്ട് മാറി. ഏറ്റവും നല്ലതെന്ന് വിചാരിച്ചത് ഏറ്റവും ഒടുവിലേറ്റതായിട്ട് മാറി. ഈ ട്രാൻസ്ഫർമേഷൻ, ഈ രൂപാന്തരീകരണം, ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, എപ്പോഴാണ് സാവൂളിനുണ്ടായത്? അവൻ യേശുവിനെ കണ്ടുമുട്ടി. ആ ദമസ്കസിലുള്ള യാത്രയിൽ, ആ റോട്ടിൽ വെച്ച് യേശുവുമായി ഒരു പേഴ്സണൽ എൻകൗണ്ടർ സാവൂളിനുണ്ടായപ്പോൾ അവൻ യഥാർത്ഥ മാനസാന്തരത്തിലേക്ക് വന്നു. അവന് മനസ്സിലായി ക്രിസ്തുവിനായി ജീവിതം സമർപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യതയെക്കുറിച്ച്. ചിലപ്പോൾ ഞാനിത് പറയുമ്പോൾ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, യേശുവിന് വേണ്ടി ജീവിക്കുക എന്നൊക്കെ പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമാണോ? ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, ക്രിസ്തീയ ജീവിതത്തിന്റെ പ്രാധാന്യവും മർമ്മവും ഇവിടെയാണ് വെളിപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇവരെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിച്ചത്? എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു യുവ മിഷണറി ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ജിം മേലിയാട്ട്. എന്റെ ആത്മീയ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ച ഒരു ചെറുപ്പക്കാരനായ മിഷണറി. തന്റെ 25-ാമത്തെ വയസ്സിൽ ദൈവത്തിന്റെ ആത്മാവ് ആ മിഷണറിയോട് പറഞ്ഞു, ഇക്കഡോർ എന്ന് പറയുന്ന രാജ്യത്ത് ഔക്ക ഗോത്രവർഗക്കാരുടെ ഇടയിൽ നീ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുക. നീ യേശുവിന്റെ സ്നേഹത്തെ അവർക്ക് പകർന്നു കൊടുക്കുക. ഈ ഗോത്രവർഗക്കാരുടെ പ്രത്യേകത, അവര് തികച്ചും നരഭോജികളായിരുന്നു. ക്രൂരന്മാരായ, മനുഷ്യത്വമില്ലാത്ത ഒരു കൂട്ടം മനുഷ്യര്. ഇവരോടാണ് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനും ക്രിസ്തുവിന്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കുവാനുമായി സ്വർഗം ആവശ്യപ്പെട്ടത്. എന്നാൽ പ്രിയ ദൈവമക്കളെ, പരിശുദ്ധാത്മാവിന്റെ സ്വരത്തോട് പൂർണ്ണമായും ഈ യുവ മിഷണറി വിധേയപ്പെടുകയാ. ഞാൻ വല്ലാതെ ചിന്തിച്ചൊരു കാര്യമാ, ഇതുപോലെ സാഹസം നിറഞ്ഞ, പ്രതികൂലങ്ങൾ നിറഞ്ഞ ഒരു മിഷൻ എന്തുകൊണ്ടാണ് ഇദ്ദേഹം ഏറ്റെടുത്തത്? ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹം അതിനെ
ആ ചെറുപ്പക്കാരനെ ഉത്തേജനം കൊടുത്തു. നമ്മളിത് മനസ്സിലാക്കണം. കർത്താവിന്റെ സ്വരം കേട്ട് ആ വിളിയോട് പൂർണ്ണമായി സമർപ്പണമുള്ളവനായി ഇക്വഡോർ എന്ന് പറയുന്ന രാജ്യത്തേക്ക് അദ്ദേഹം പോവുകയാണ്. ഔക്ക ജാതികളുടെ ഇടയിൽ അദ്ദേഹം കുറെ നാൾ മിഷൻ പ്രവർത്തനങ്ങൾ ചെയ്തു. എന്നാൽ തന്റെ ആ മിഷൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഗോത്രവർഗക്കാര് തന്നെ അദ്ദേഹത്തെ കൊല്ലുകയാണ്. ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ പ്രതി ആ യുവ മിഷണറി അദ്ദേഹം രക്തസാക്ഷിത്വം വഹിച്ചു. അദ്ദേഹം രക്തസാക്ഷിയായിട്ട് മാറി. ഞാൻ ചോദിക്കട്ടെ ദൈവമക്കളെ, എന്തുകൊണ്ടാണ് ഇതുപോലെ വെല്ലുവിളികൾ നിറഞ്ഞ, പ്രതിബന്ധങ്ങൾ നിറഞ്ഞ ഈ ഒരു മിഷൻ പ്രവർത്തനം ഏറ്റെടുത്ത് അവിടെ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, ക്രിസ്തുവിന് വേണ്ടി നിലകൊള്ളുവാൻ ഈ യുവ മിഷണറിയായ ജിം എലിയാട്ടിനെ പ്രാപ്തമാക്കിയത്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. 2 കൊരിന്ത്യൻസ് 5:14 ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അഭിഷേകമായി കത്തിപ്പടർന്നു. എന്തായിരുന്നത്? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഹല്ലേലൂയ. ഇന്ന് ജിം എലിയാട്ട് ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ മുൻപിൽ വന്ന് ആ മിഷണറി പറയും, ക്രിസ്തുവിന്റെ സ്നേഹമാണ് മക്കളെ എനിക്ക് അതിനു വേണ്ട ശക്തി നൽകിയത്. എന്നെ പ്രേരിപ്പിച്ച പ്രേരക ശക്തി ഈ ലോകത്തിലെ സമ്പത്തോ സ്വാധീനമോ അംഗീകാരമോ പദവികളോ ഒന്നുമല്ല, എന്റെ കർത്താവിന്റെ സ്നേഹമാണ് അതിനുവേണ്ടി ഉത്തേജനം നൽകിയത്. ദൈവമക്കളെ, ഇന്ന് തിരുസഭയിൽ ആയിരക്കണക്കിന് രക്തസാക്ഷികളുണ്ട്. ആ രക്തസാക്ഷികൾക്ക് എന്താ പറയാനുള്ളത്? സിംഹങ്ങൾ കടിച്ചു കീറുന്നു, ഇത് പച്ച ശരീരങ്ങൾ വിളക്കുമരങ്ങളായി കത്തിയെരിയുന്നു, അമ്മമാരുടെ കഴുത്ത് കൊലമരങ്ങളായി മാറുന്നു, വന്യമൃഗങ്ങളും കാട്ടുജീവികളും അവരെ പിച്ച് ചീന്തുമ്പോഴെല്ലാം അവർ വിശ്വാസത്തിൽ കത്തിജ്വലിച്ചു. അവരവിടെയും ക്രിസ്തുവിന് വേണ്ടി നിന്നു, അവരവിടെയും യേശുവിന് വേണ്ടി ജീവിച്ചു. എന്തുകൊണ്ട്? ഒരേ ഉത്തരമേ ഉള്ളൂ, ക്രിസ്തുവിന്റെ സ്നേഹം അവർക്കെല്ലാം ഉത്തേജനം നൽകി. ഹല്ലേലൂയ. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിന് മാറ്റമില്ലാത്ത വചനത്തിന് മുൻപിൽ ഇരുന്നു കൊണ്ട് നമ്മൾ ഈ ദൂത് ശ്രവിക്കുമ്പോൾ നമ്മുടെ അകത്ത് എത്രമാത്രം ഈ സ്നേഹമുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയ ലേഖനം 2:20 അപ്പോസ്തലൻ പറയാണ്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇതാണ് ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത്, എവിടെയും ജീവിക്കുന്നത് ഞാനാണ് എവിടെയും ജീവിക്കുന്നത്. കുടുംബത്തിൽ ഞാൻ ജീവിക്കുന്നു, സഭയിൽ ഞാൻ ജീവിക്കുന്നു, സമൂഹത്തിൽ ഞാൻ ജീവിക്കുന്നു, ഈ ലോകത്തിന് മറ്റേത് മണ്ഡലങ്ങളിലും ഞാൻ ജീവിക്കുന്നു. ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ക്രിസ്തുവല്ല ജീവിക്കുന്നത്. ഇവിടെ അപ്പോസ്തലൻ പറയുന്നത്, ഞാനല്ല, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്? വീണ്ടും അപ്പോസ്തലൻ പറയുകയാണ്, എന്റെ ഇപ്പോഴത്തെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു ജീവിതമാണ്. എന്റെ ജീവിതം യേശു ക്രിസ്തുവിന് വേണ്ടിയുള്ളതാണ്. എന്റെ ജീവിതം അവന്റെ സഭയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പ്രിയ സഹോദര സഹോദരി, ഇന്ന് നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? ഞാൻ നിങ്ങളുടെ വളരെ സ്നേഹത്തോടെ ആത്മാവിൽ ചോദിക്കുക, നമ്മൾ എന്തിനാ ജീവിക്കുന്നത്? നമ്മൾ എന്തിനു വേണ്ടിയാ ജീവിക്കുന്നത്? ഇന്ന് അനേകർ ജീവിക്കുന്നത് ചില വ്യക്തികൾക്ക് വേണ്ടിയാ. അതുകൊണ്ട് ചില ഇങ്ങനെ പറഞ്ഞാൽ കേട്ടിരിക്കുന്നത്, അവനുള്ളത് കൊണ്ട് ഇന്ന് ഞാൻ ലോകത്തിലുള്ളത്. എന്റെ മക്കളെ പ്രതിയാ, എന്റെ ഭർത്താവിനെ പ്രതിയാ, എന്റെ ഭാര്യയെ പ്രതിയാ. ചില വ്യക്തികൾ ഉള്ളത് കൊണ്ട് ഇന്ന് അനേകർ ജീവിക്കുന്നത്. നമ്മൾ വ്യക്തികൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ഈ ലോകത്തിലെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. ഈ ലോകത്തിലുള്ള വിവിധങ്ങളായ കമ്മിറ്റികൾക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത്. ഈ ലോകത്തിലെ നേട്ടങ്ങൾക്കും ഈ ലോകത്തിലുണ്ടാകുന്ന ഉന്നമനങ്ങൾക്കും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല ദൈവമക്കൾ നമ്മൾ ജീവിക്കേണ്ടത്. ഈ ജീവിതത്തിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങൾ ക്രിസ്തുവിനായി സമർപ്പിക്കുക. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, നമ്മുടെ സമ്പത്ത്, ഇതെല്ലാം അവന്റെ മഹത്വത്തിന് വേണ്ടി നൽകുക. നമ്മൾ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ ആർക്കുള്ളവരാണ്? ക്രിസ്തുവിനുള്ളവരാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു സമർപ്പണത്തിലേക്ക് നമ്മൾ വാ. ഈ 50-50 പ്രസ്ഥാനം നമ്മൾ അവസാനിപ്പിക്കുക. പകുതി ക്രിസ്തുവിന് വേണ്ടി, പകുതി ലോകത്തിന് വേണ്ടി. ഇത് ക്രൈസ്തവ ചിന്തയല്ല, ഇത് ക്രൈസ്തവ ജീവിതമല്ല. പരിപൂർണമായൊരു സമർപ്പണത്തിലേക്ക് വാ. നമ്മളായിരിക്കുന്ന എല്ലാ മേഖലകളിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്റെ കുഞ്ഞനുജന്മാരെ, അനുജത്തിമാരെ, എനിക്ക് നിങ്ങളോടൊന്ന് പറയാനുണ്ട്. നിങ്ങളുടെ പഠന മേഖല, നിങ്ങളുടെ ക്യാമ്പസിൽ, നിങ്ങളുടെ സ്കൂളിൽ, നിങ്ങളുടെ പഠന മേഖലയിലെല്ലാം നിങ്ങൾ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക. ലിവ് ഫോർ ക്രൈസ്റ്റ്, ലിവ് ഫോർ ജീസസ്. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക.
ഇതിൽ ഒരുപാട് വ്യത്യസ്ത മേഖലകളിൽ തൊഴിൽ ചെയ്യുന്നവരുണ്ട്. ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, മറ്റേ ഗവൺമെന്റ് ഒഫീഷ്യൽസ് ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, പാവപ്പെട്ട കൂലിപ്പണിക്കാരുണ്ട്, കർഷകരുണ്ട്, വീട്ടമ്മമാരുണ്ട്, കുടുംബസ്ഥരുണ്ട്, സമർപ്പിതരുണ്ട്, ബഹുമാനപ്പെട്ട വൈദികരുണ്ട്. ദൈവം നമ്മളെ എവിടെയെല്ലാം നിർത്തിയിരിക്കുന്നു അവിടെയെല്ലാം ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന്റെ പ്രാധാന്യത മനസ്സിലാക്കുക. അവിടെയെല്ലാം അവന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് ഒരുങ്ങ്. ദൈവമക്കളെ, ഇനിയുള്ള നമ്മുടെ ജീവിതം ഈ ലോകത്തിന് വേണ്ടിയല്ല, ലോകത്തിന്റെ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടിയല്ല, ലോകത്തിന്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, ക്രിസ്തുവിന് വേണ്ടി അവൻ സ്വന്തം രക്തത്താൽ നേടിയെടുത്ത അവന്റെ സഭയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കട്ടെ. ഈ ഒരു സമർപ്പണത്തോടെ നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായും കർത്താവിനെ ഏൽപ്പിക്കാം. അങ്ങനെ ഈ ലോകത്തിൽ ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ നമുക്ക് വെളിപ്പെടുത്താം. അതിനായി നാം എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന യേശുക്കേ. അൾത്താരയിൽ വരും തിരുനാഥനെ, അപ്പമായി തീരുന്ന ഗുരുനാഥനെ, ആരാധനയുടെ പഞ്ചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധനയുടെ പഞ്ചിറകിൽ ആത്മാവിലറിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്ന് പാടും ഹല്ലേലൂയ. ദിവ്യകാരുണ്യമായി പരിശുദ്ധ കുർബാനയായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാ ദൈവമക്കളും ഈശോയുടെ മുമ്പിൽ മുട്ടുകുത്തി വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെയും കരങ്ങൾ വെച്ച് അവിടുന്ന് അഭിഷേകം ചെയ്യണമേ. ഇന്നേ ദിവസം തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മ നമ്മളെ വഴി നടത്തുകയായിരുന്നു. ക്രിസ്തുവിനായും അവന്റെ സഭയ്ക്കായും ജീവിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, ദൈവരാജ്യത്തിനും കർത്താവിന്റെ പൂർണ്ണമായ മഹത്വത്തിനു വേണ്ടി നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് ഇരുകരങ്ങളും ഈശോയുടെ മുൻപിലേക്ക് യാചനപൂർവ്വം നീട്ടിപ്പിടിക്കുക. ദൈവമക്കളെ, ഈ ഒരു അഭിഷേകം നമ്മുടെ ജീവിതത്തിന് മേൽ കത്തി പടരുവാനായി ദാഹിച്ചു പ്രാർത്ഥിക്കുക. അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കേണ്ടതിന്റെ മഹത്വം എല്ലാ ആത്മാക്കളിലേക്കും പകർന്നു നൽകണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അപ്രകാരം ഒരു അഭിഷേകത്തെ പകരണമേ. ഇരുകരങ്ങളും കർത്താവിന്റെ മുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക. ഒരു സമ്പൂർണമായ സമർപ്പണത്തിന് തയ്യാറാകുന്ന ഈ മക്കളെ നമ്മുടെ സമർപ്പണത്തെ ആഴമുള്ളതാക്കി മാറ്റേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ജീവിതങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. ഇതാ കർത്താവ് ഒരു പുതിയ അഭിഷേകം തരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരെല്ലാം ഒരു പുതിയ സമർപ്പണത്തിലേക്ക് വരുന്നുവോ അവരുടെ മേലെല്ലാം ഇതാ കർത്താവിന്റെ ഗുരുവേറ്റ കരങ്ങൾ നീട്ടപ്പെട്ടിരിക്കുന്നു. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും മക്കളെ. പുതിയ അഭിഷേകം, പുതിയ അഭിഷേകം, പുതിയ ശക്തി, പുതിയ കൃപ കർത്താവേ എല്ലാ ആത്മാക്കളിലേക്ക് പകരണമേ, കുടുംബങ്ങളിലേക്ക് പകരണമേ, സഭാ സമൂഹങ്ങളിലേക്ക് പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സമ്പത്തല്ല ദൈവം, ദൈവമാണ് സമ്പത്ത്. ദൈവം ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സമീപനമായിരിക്കണം നമുക്ക്.